ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു സ്പെസിഫിക് പേഴ്സണെ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഇത് രണ്ട് ടൈപ്പ് ഓഫ് പേഴ്സൺസിനാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആവുക. ഒന്ന്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ പരിചയത്തിലുള്ള ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയി, ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം. ഞാൻ പറയുന്ന ആ ഒരു മന്ത്രയിൽ ചെറിയൊരു ചേഞ്ച് മാത്രം വരുത്തിയാൽ മതി. അപ്പോൾ ഇത് വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. കാരണം ആദ്യം തന്നെ ഞാൻ ആ ഒരു മന്ത്ര ഞാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആദ്യം പറയുന്നത്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി വിട്ടുപോയി, പിരിഞ്ഞുപോയി, ആ വ്യക്തിയെ വീണ്ടും അട്രാക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കുള്ള മന്ത്രയാണ്. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ എനിക്ക് തിരികെ നൽകിയതിന് ദൈവത്തിന് നന്ദി, നന്ദി, നന്ദി. ഞാൻ വളരെയധികം സന്തോഷവാനാണ്, നന്ദിയുള്ളവനാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ളത്, ആ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ളതിന് പകരം ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് മെൻഷൻ ചെയ്താലും മതി. അതാവുമ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഉദാഹരണം, അതിന് പകരം ഞാൻ ഒരു പേര് മെൻഷൻ ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, കൈനയെ എനിക്ക് തിരികെ നൽകിയതിന് ദൈവത്തിന് നന്ദി, നന്ദി, നന്ദി. അങ്ങനെ വെച്ചിട്ട് തുടങ്ങുക. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, പരിചയത്തിലുള്ള ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടൊന്നുമില്ല, വൺ സൈഡ് ലവ് ആണ് എന്ന് വിചാരിക്കുക. അത്തരം ഒരു സിറ്റുവേഷനിലാണെങ്കിൽ സെയിം സെൻറ്റൻസ് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ അതിൽ തിരികെ എന്നുള്ള ആ ഒരു വേർഡ് മാത്രം ഒഴിവാക്കിയാൽ മതി. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ളതിന് പകരം ഞാൻ പേര് തന്നെയാണ് കേട്ടോ മെൻഷൻ ചെയ്യുന്നത്. ആ പേരിന് പകരം നിങ്ങൾ പേര് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കൈന എന്നുള്ള പേരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം എന്നുള്ളത് നോക്കാം. കൈനയെ എനിക്ക് നൽകിയതിന് ദൈവത്തിന് നന്ദി, നന്ദി, നന്ദി. ഞാൻ വളരെയധികം സന്തോഷമുള്ളവനാണ്. അപ്പോൾ ഇവിടെ സന്തോഷമുള്ളവനാണെന്ന് പറയുന്നത് ഞാനായതുകൊണ്ടാണ്, അല്ലേ? ഒരു സ്ത്രീയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷമുള്ളവളാണ് എന്നുള്ള ആക്കി മാറ്റുക. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രയെ മാറ്റി എഴുതുക. ഓക്കെ, ശേഷം നന്ദിയുള്ളവനാണ് എന്നുകൂടി പറയണം. അതിനുശേഷം 3 തവണ കൂടി താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തേതും ഇതും തമ്മിലുള്ള വ്യത്യാസം, ആ തിരികെ എന്നുള്ള വേർഡ് മാത്രം വേണ്ട. ഓക്കെ, നിങ്ങളൊരു സ്പെസിഫിക് പേഴ്സണെയാണ് അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇത് കിട്ടി. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. ഇത് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ചില ആൾക്കാർ ഇത് കുറേ എഴുതും, ചില ആൾക്കാർ കുറേ ഇത് പറയും, എന്നിട്ടൊന്നും റിസൾട്ട് കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 3 സ്റ്റെപ്പുകളുണ്ട്. അതിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനുള്ള ഹെൽപ്പോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. പിന്നെ ഒരു കാര്യം കൂടി, 21 ദിവസത്തെ നമുക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട് സ്പെസിഫിക് പേഴ്സണെ അട്രാക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. ആ ഒരു വാട്സപ്പ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആ സ്റ്റെപ്പുകളൊന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ്. ആ ബ്രീത്തിങ് എന്തിനു ചെയ്യണം? നമ്മുടെ മൈൻഡിനെ ഒന്ന് കാമാക്കുന്നതിനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഈ ഒരു മന്ത്രയെ പെട്ടെന്ന് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. സബ് കോൺഷ്യസ്ലി ഇത് എത്തുമ്പോഴാണ് ഇത് പെട്ടെന്ന് വർക്കാവുക. അപ്പോൾ ബ്രീത്തിങ് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. കുറച്ച് ദീർഘശ്വാസം എടുക്കാം. ഓക്കെ, പതിയെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. അത് മൂക്കിലൂടെ എടുത്ത് വായിലൂടെ വിടാം, അതല്ലെങ്കിൽ മൂക്കിലൂടെ എടുത്ത് മൂക്കിലൂടെ തന്നെ വിടാം. നോ പ്രോബ്ലം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. 3 മിനിറ്റ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ബ്രീത്തിങ് ചെയ്യേണ്ടത്. ഈ ബ്രീത്തിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു മന്ത്ര 28 തവണ നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. എത്ര തവണ? 28 തവണ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം എന്നുള്ളതാണ്.
ബൈ ഹാർട്ട് ചെയ്യാതെ അപ്പം നോക്കി പറയാൻ പറ്റത്തില്ല. ആ ബ്രീത്തിങ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കണ്ണടച്ച ആ ഒരു പ്രോസസ്സിലായിരിക്കും. കണ്ണടച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ കണ്ണടച്ചിട്ട് ബ്രീത്തിങ് ചെയ്യുന്നു, അതിനുശേഷം 28 തവണ ഈ ഒരു മന്ത്ര റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബൈ ഹാർട്ട് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസേഷൻ ആണ്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിയെ ഹഗ് ചെയ്യുന്നതായിട്ടാണ് വിഷ്വൽ ചെയ്യേണ്ടത്. ആ വിഷ്വൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മുഖത്തൊരു നല്ല സ്മൈലും ആ ഒരു പോസിറ്റീവ് ഫീലിങ്സും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. സ്മൈൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഫീൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഹഗ് ചെയ്യുന്ന വിഷ്വലാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അത് 1 മിനിറ്റോളം മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിയെ കണ്ണുകൾ തുറന്നിട്ട് ഇത് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്നാമത്തത് ബ്രീത്തിങ് സ്റ്റെപ്പ്, രണ്ടാമത്തത് ഈ മന്ത്ര മനസ്സിൽ 28 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്, മൂന്നാമത്തത് ഹഗ് ചെയ്യുന്നത് ആയിട്ട് വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസം ചെയ്യണമെന്ന് പല ആളുകളും ചോദിക്കും. നമുക്കൊരു 10-20 ദിവസം ചെയ്താൽ തന്നെ റിസൾട്ട് കിട്ടും. പക്ഷെ ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഒരു 28 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു എക്സാക്റ്റ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10-15 ദിവസം ആകുമ്പോഴേക്കും ചിലപ്പോൾ റിസൾട്ട് കിട്ടും. പക്ഷെ എന്നാലും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. അത് എന്നും പെർമനൻ്റ് ആയിട്ട് ആ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു 28 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്പെസിഫിക് പേഴ്സൺ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ടെക്നിക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് തീരെ അറിയാത്ത ആളുകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, അതുവഴി നമുക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് സക്സസ്ഫുൾ ആവാനുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക, ഉയരുക, ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടോ ഹെൽപ്പോ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. എനിവേ താങ്ക് യു, നമസ്തേ.